നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കടുത്ത വാശിയേറിയ മത്സരത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ അമ്മയുടെ പൊന്നുമക്കൾ. ഒരു നേതാവ് അല്ലെങ്കിൽ നയിക്കേണ്ടയാൾ, അയാളുടെ പ്രവൃത്തികൾ ധാർമ്മികമായിരിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് സത്യത്തിന്റെ സ്ഫുരണമുണ്ടാകണം. അയാളുടെ ജീവിതം സത്യസന്ധമായിരിക്കണം. ആ ആളുടെ ഇടപെടലുകൾ ആ വിധത്തിൽ മഹത്വമുള്ളതുമായിരിക്കണം. ഇത്തരം ഗുണങ്ങളാൽ സമ്പന്നനായ ഒരാളായിരിക്കണം അമ്മയുടെ തലപ്പത്ത് വരേണ്ടത്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ സംഘടന വീണ്ടും ഒരു പതനത്തിലേക്ക് കൂപ്പുകുത്തും. ഇതിൽ ഏറ്റവും മർമ്മപ്രധാനമായ പദവി പ്രസിഡന്റ് സ്ഥാനം തന്നെയാണ്. അതായത് മോഹൻലാൽ ഒഴിഞ്ഞ പദവി. ഓരോ അംഗവും വളരെ ഗൗരവമായി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണിത്. ഇവിടെ നിങ്ങളുടെ തീരുമാനം തെറ്റിയാൽ സംഘടനയുടെ പതനം മാത്രമല്ല, നൂറുകണക്കിന് പേർക്ക് ലഭിക്കുന്ന പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ടാണ് നല്ല ഇച്ഛാശക്തിയും കാര്യഗൗരവവും സംഘടനാ പാഠവും ഒക്കെയുള്ള ഒരാൾ അമ്മയെ നയിക്കണം എന്ന് പറയുന്നത്. പ്രസിഡന്റ് സ്ഥാനം ഒഴിച്ചാൽ മറ്റ് സ്ഥാനങ്ങളിലേക്ക് പലരും യോഗ്യരുമാണ്. എല്ലാവർക്കും അവരുടേതായ കഴിവുകളും ഉണ്ടാകും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന ആൾ നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ മറ്റു കുറവുകളൊക്കെ അദ്ദേഹത്തിന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. നടി മാലാ പാർവതി പറയുന്നു, പൊതുസമൂഹത്തിന് മുൻപിൽ ജഗദീഷിന് ഹീറോ ഇമേജ് ഉണ്ട്. അയാൾ പൊതുസമ്മതനുമാണ്. പക്ഷേ അമ്മ അംഗങ്ങൾക്കിടയിൽ അങ്ങനെയല്ല. പൊതുസമ്മതനും ഹീറോ ഇമേജുമുള്ള ഒരാൾ സംഘടനയുടെ തലപ്പത്ത് വരുന്നതല്ലേ അഭികാമ്യം. ജഗദീഷിനെതിരെ ഒരു കുറ്റം ചെകഞ്ഞെടുത്തത് ജഗദീഷ് സംഘടനാ പ്രതിനിധിയായിരുന്നപ്പോൾ സഹായിക്കുന്നു എന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ട് വാക്കുമാറിയ ഒരാളാണ്. ഇതാണ് മാലാ പാർവതിയുടെ ഒരു ആരോപണം. ജഗദീഷ് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നും അന്വേഷണം നടക്കട്ടെ, പുഴുക്കുത്തുകളൊക്കെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വരട്ടെ. ഇതായിരിക്കണം ഒരുപക്ഷെ മാലാ പാർവതിയെ ചൊടിപ്പിച്ചത്. അമ്മയുടെ പ്രസിഡന്റായി മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടില്ലേ? എന്തുകൊണ്ടാണ് ശ്വേതാ മേനോന് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നത്? കല്ല് വെച്ച നുണകൾ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞതിന്റെ പേരിലാണ്. അത് കണ്ടുപിടിച്ച് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നത് നമ്മളാരുമല്ല, സാക്ഷാൽ അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നേതൃസ്ഥാനത്തേക്ക് വരുന്ന ആൾക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തുക എന്നത്. ഏത് പ്രശ്നത്തിൽ ഇടപെട്ടാലും വിവാദം കൂടപ്പിറപ്പാണ് ശ്വേതാ മേനോന്. ഇത് അവർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. വിവാദങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ അമ്മ സംഘടനയ്ക്ക് ഒരു വിവാദ നായിക കൂടി തലപ്പത്ത് വന്നാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നന്നായിരിക്കും. ഇനി മാലാ പാർവതി പറഞ്ഞ രസകരമായ ഒരു കോമഡി ഉണ്ട്. അത് കേട്ട് പലരും ചിരിച്ച് അവശരുമായിട്ടുണ്ട്. ഇടവേള ബാബു ഉണ്ടായിരുന്നപ്പോൾ നല്ല അച്ചടക്കമുണ്ടായിരുന്നു എന്ന്. ഇടവേള ബാബു ഉണ്ടായിരുന്നപ്പോൾ ഉള്ള അച്ചടക്കത്തെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം. ദിലീപ് മുതൽ അങ്ങോട്ട് തുടങ്ങിയാൽ വിജയബാബു, സിദ്ദീഖ്, മണിയമ്പിള്ള രാജു, ബാബുരാജ്, ജയസൂര്യ, മുകേഷ്, കൂടാതെ അച്ചടക്കത്തിന്റെ നേതാവായ ഇടവേള ബാബുവും. ഇവരുടെ എല്ലാം പേരിലുണ്ടായ ആരോപണങ്ങൾ വളരെ മര്യാദയോടെയും അച്ചടക്കത്തോടെ സൂക്ഷിച്ചത് കൊണ്ടാകാം അച്ചടക്കത്തിന്റെ വക്താവായി ഇടവേള ബാബുവിനെ കണ്ടത്. പിന്നെ മാലാ പാർവതിയുടെ മറ്റൊരു അഭിപ്രായം ബാബുവിന്റെ വാക്കുകൾക്ക് വിശ്വാസ്യത ഉണ്ടെന്നായിരുന്നു. ആ വിശ്വാസ്യതയെക്കുറിച്ച് പല കാര്യങ്ങളും ഗണേഷ് കുമാർ പലവട്ടം പലതും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. ബിനീഷ് കോടിയേരിയുടെ പ്രശ്നം വന്നപ്പോൾ ബിനീഷ് കോടിയേരിയെ സംഘടനയിൽ നിന്നും പുറത്താക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗണേഷ് കുമാർ എതിർത്തു എന്ന് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുകയും അത് ചാനലുകളിൽ എഴുതി കാണിക്കുകയും ചെയ്തു. എന്നാൽ ബിനീഷ് കോടിയേരിയുടെ കാര്യം ചർച്ച ചെയ്തിരുന്ന മീറ്റിംഗിൽ ഗണേഷ് കുമാർ പങ്കെടുത്തിരുന്നില്ല. ഈ വിവരം ഗണേഷ് കുമാർ മനസ്സാ വാച അറിഞ്ഞതുമില്ല. ഗണേഷ് കുമാറിന്റെ പിതാവ് ആർ ബാലകൃഷ്ണപിള്ള ടിവിയിൽ ഈ വാർത്ത കണ്ട് ഗണേഷ് കുമാറിനോട് ചോദിക്കുന്നു, നീ ഇവിടെ ഇരിക്കുകയല്ലേ, നീ ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ആ മീറ്റിംഗിൽ നീ എതിർത്തു എന്ന വാർത്ത വരുന്നത്? ഇത് കണ്ട ഗണേഷ് കുമാർ ക്ഷുഭിതനായി ബാബുവിനെ വിളിക്കുന്നു. അതുവരെ ഗണേഷ് കുമാറിന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു ഇടവേള ബാബു. തോന്നുന്നത് പോലെ അമ്മയിൽ ചെയ്യാനും പറയാനും ഏകാധിപതിയെ പോലെ പെരുമാറാനും ബാബുവിന്റെ സ്വകാര്യ സ്വത്തല്ല അമ്മയെന്നാണ് ഗണേഷ് കുമാർ അന്ന് പറഞ്ഞത്. ഇത്തരം വിഷയങ്ങളൊക്കെ സമയവും സന്ദർഭവും മാറിയപ്പോൾ ഒരുപക്ഷെ മാലാ പാർവതി വിസ്മരിച്ചതായിരിക്കാം. മറ്റൊരു സ്ഥാനാർത്ഥിയായ അൻസിബ ഹസൻ പറയുന്നു, പീഡന കേസിൽപ്പെട്ട രാഷ്ട്രീയക്കാർ മത്സരിക്കുന്നില്ലേ, അതിനേക്കാൾ വലുതല്ലല്ലോ അമ്മ സംഘടന. അവർ മത്സരിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നേതൃത്വം
വഹിക്കുന്ന ആളുടെ വാക്കുകൾക്ക് ധാർമ്മികത ഉണ്ടായിരിക്കണമെന്ന്. ഇവരെയാണ് ചിലരൊക്കെ നിലപാടുകളുടെ രാജകുമാരി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ബലാത്സംഗ പീഡന കേസിലെ പ്രതികളെ സംഘടനയിൽ നിലനിർത്താനുള്ള വാക്കുകളാണ് ഇതെന്ന് ഓർക്കണം. ഇനി മറ്റൊരു സ്ഥാനാർത്ഥിയായ അനൂപ് ചന്ദ്രൻ സ്വന്തമായി നിലപാടുള്ള, കാര്യങ്ങൾ വ്യക്തമായി പരപ്രേരണ കൂടാതെ സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്. എന്നാൽ ഇവരെയൊക്കെ കടത്തിവെട്ടുന്ന ഒരു കോമഡി വീഡിയോയുമായി വന്നത് അനൂപ് ചന്ദ്രനാണ്. അനൂപ് ചന്ദ്രൻ സ്വന്തമായി ഒരു വീഡിയോ നിർമ്മിച്ച ശേഷം അത് അമ്മയുടെ ഗ്രൂപ്പിലിട്ടു. എന്നിട്ട് പറയുന്നു, ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ വീഡിയോയോ പുറത്തുവിടാൻ പാടില്ല, ഇത് അമ്മയുടെ മെമ്പർമാർക്ക് മാത്രമുള്ളതാണ്. എന്നാൽ അപ്പോൾ തന്നെ ഇത് നഴ്സറി കുട്ടികളുടെ കയ്യിൽ വരെ എത്തി. അനൂപ് ചന്ദ്രന്റെ കൂർമ്മ ബുദ്ധി സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അനൂപ് ചന്ദ്രൻ പറയുന്നു, അമ്മ എന്ന സംഘടന ഇന്ത്യയിലെ, കേരളത്തിലെ ഏറ്റവും നല്ല വലിയ സാംസ്കാരിക സംഘടനയാണെന്ന്. ഇതേ അനൂപ് ചന്ദ്രൻ തന്നെ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അമ്മയിൽ ബലാത്സംഗ പ്രതികളുണ്ടെന്ന്, സാമ്പത്തിക തിരിമറി നടത്തുന്നവരുണ്ട്, 1,60,00,000 തട്ടിപ്പ് നടത്തിയതായി സംശയിക്കപ്പെടുന്നു, ശിൽപന്തി രാഷ്ട്രീയമുണ്ട്, സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി വടംവലി നടത്തുന്നവരുമുണ്ട്. ഇതൊക്കെ അടങ്ങിയ സംഘടനയാണ് അനൂപ് ചന്ദ്രൻ ഏറ്റവും നല്ല സാംസ്കാരിക സംഘടനയായിട്ട് സംബോധന ചെയ്യുന്നത്. അനൂപ് ചന്ദ്രൻ ബിഗ് ബോസിൽ വെച്ച് ശ്വേതാ മേനോനുമായിട്ട് ഇടഞ്ഞപ്പോൾ പറഞ്ഞിരുന്നത് ഇവരൊക്കെ സാംസ്കാരിക മാലിന്യങ്ങൾ എന്നായിരുന്നു. കൂടാതെ അവർക്കെതിരെ സ്ത്രീ വിരുദ്ധത നിറഞ്ഞ അധിക്ഷേപം നടത്തിയത് ഞാനിവിടെ പറയുന്നില്ല. അത് ശ്വേതാ മേനോനും മറന്നിട്ടില്ല എന്ന് കരുതുന്നു. ഇനി മല്ലിക സുകുമാരന്റെ വാക്കുകൾ നമ്മൾ അവഗണിക്കാൻ പാടില്ല. അവർ പറയുന്നു, ആരോപണ വിധേയരും ക്രിമിനൽസും ഒന്നും മത്സരിക്കാൻ പാടില്ല എന്ന്. അമ്മയിൽ ഇരട്ട നീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. മല്ലിക സുകുമാരൻ ചോദിക്കുന്നു, ബാബുരാജിന് ഇലക്ഷന് നിൽക്കാമെങ്കിൽ എന്തുകൊണ്ട് കൈനീട്ടം വാങ്ങുന്നവർക്ക് ഇലക്ഷന് നിന്നുകൂടാ? ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മല്ലിക സുകുമാരൻ പറയുന്നത് ഈ സംഘടന നിലനിൽക്കാൻ പോകുന്നില്ലെന്ന്. മല്ലിക സുകുമാരന്റെ വാക്കുകൾക്ക് അടിവരയിടുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് യൂട്യൂബർ ഹൈദരാലി രംഗത്തെത്തുന്നത്. അമ്മയുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ അവകാശിയായ യൂട്യൂബർ അമ്മയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹൈദരാലിയിലൂടെയാണ് ആദ്യം ലോകമറിയുന്നത്. അദ്ദേഹം പറയുന്നു, അമ്മ GST ഇനത്തിൽ 9 കോടിയോളം രൂപ കുടിശ്ശിക അടയ്ക്കാനുണ്ടെന്ന്. ഇത് വർഷങ്ങളോളം അടയ്ക്കാത്തത് കൊണ്ട് വന്ന കുടിശ്ശികയാണ്. ഇതിന്റെ ഉത്തരവാദികൾ സംഘടന വിട്ടു പോവുകയും ചെയ്തു. ഈ കുടിശ്ശികയുടെ നോട്ടീസുകൾ എത്തിക്കഴിഞ്ഞു. അടച്ചില്ലെങ്കിൽ ജപ്തി നടപടി ഉൾപ്പെടെ നേരിടേണ്ടി വരും. അങ്ങനെ വന്നാൽ അമ്മയുടെ ഓഫീസിന്റെ കാര്യം സ്വാഹ. 8 കോടി രൂപയോളം അമ്മയിൽ നീക്കിയിരിപ്പുണ്ടെന്നാണ് ഹൈദരാലി പറയുന്നത്. ഇത് സത്യമാണെങ്കിൽ, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പെൻഷനും ചികിത്സാ ആനുകൂല്യങ്ങളും ഒക്കെ അവതാളത്തിലാകും. ഇവിടെയാണ് ഇച്ഛാശക്തിയും കാര്യപ്രാപ്തിയും യുക്തിപൂർവം ചിന്തിക്കാനും കഴിയുന്ന ഒരു നേതാവിന്റെ ആവശ്യം. ജഗദീഷ് പറയുന്നത്, തന്ത്രങ്ങളെ നേരിടാൻ ഞാൻ തയ്യാറാണ്, എന്നാൽ കുതന്ത്രങ്ങളെ നേരിടാൻ എനിക്ക് പറ്റില്ല. ഇത്തരം കുത്തിത്തിരിപ്പും കുതന്ത്രങ്ങളും കാരണം ഒരുപക്ഷെ ജഗദീഷ് പിന്മാറിയേക്കാം. ഒരു കാര്യം ഇവിടെ പറയാതെ വയ്യ, ജഗദീഷ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെ വേർപാടിന് ശേഷം വളരെ വ്യത്യസ്തനാണ്. നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വലിയ ഓഫർ വന്നിട്ട് പോലും അത് തിരസ്കരിച്ച ആളാണ്. ആരോഗ്യകരമല്ലാത്ത ഒരു മത്സരമാണെങ്കിൽ അദ്ദേഹം അതിൽ കടിച്ചു തൂങ്ങുമെന്ന് കരുതുന്നില്ല. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അളക്കാവുന്നതാണ്. ഇപ്പോഴുള്ളതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ജഗദീഷ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കാം, മറ്റുള്ളവരുടെ വാക്കും നാക്കും ബുദ്ധിയുമായി പ്രവർത്തിക്കുന്ന പലരും മത്സര രംഗത്തുണ്ടെന്ന് ഓർക്കുക. ഇവിടെ നിങ്ങൾ ചിന്തിച്ച് ബുദ്ധിപൂർവം നിങ്ങളുടെ വോട്ടുകൾ വിനിയോഗിച്ചില്ലെങ്കിൽ ഈ സംഘടന ഒരു പഴങ്കഥയാകുമെന്ന് ഓർക്കുക. അമ്മ എന്ന സംഘടന ചിലർ പറയുന്നു ക്ലബാണെന്ന്, മറ്റു ചിലർ പറയുന്നു ചാരിറ്റബിൾ സൊസൈറ്റി ആണെന്ന്, വേറെ ചിലർ പറയുന്നു സന്നദ്ധ സംഘടനയാണെന്ന്, എന്നാൽ ഇപ്പോൾ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണെന്ന്. അതിന് എന്തുമാകട്ടെ, ഈ സംഘടന നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. സംശുദ്ധമായ മാതൃകാപരമായ ഒരു സംഘടനയായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.